ക്ഷേത്ര നഗരത്തിലേക്ക് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ, ചില പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന ബ്ലോക്ക്, കല്യാണങ്ങൾ മൂലമുള്ള ബ്ലോക്ക്, റെയിൽവേ ക്രോസ് ദിവസം 36 തവണ അടയ്ക്കുമ്പോഴുണ്ടാകുന്ന വലിയ വാഹന ബാഹുല്യം, അത് പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളൂ, റെയിൽവേ മേൽപ്പാലം. ആ റെയിൽവേ മേൽപ്പാലം 25 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റാണ്. ആദ്യഘട്ടത്തിൽ ഞാൻ സ്ഥലമെടുക്കാൻ നിർമ്മാണം എൻ്റെ തുടക്കത്തിൽ ഞാൻ നേതൃത്വം നൽകി. രണ്ടാം ഘട്ടത്തിൽ സഖാവ് NK അക്ബർ അതിൻ്റെ ഓരോ ചെറിയ പ്രശ്നങ്ങളിലും അതിൻ്റെ കുരുക്കുകൾ അഴിക്കാൻ സജീവമായിട്ട് ഇടപെടുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിലെ യാഥാർത്ഥ്യം, ഗുരുവായൂരിലെ അതിഥി മന്ദിരം, ഗുരുവായൂർ ക്ഷേത്ര നഗരം എന്ന നിലയിൽ ഇവിടേക്ക് വരുന്ന ഉത്തരേന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ആശ്വാസമാകുന്ന, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ താമസിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ഇടം, ഏതാണ്ട് 29 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഗുരുഭവനപുരിയിൽ ഒരു അതിഥി മന്ദിരം ഉണ്ടാക്കിയത് എന്നുള്ളതും ഗോപാലകൃഷ്ണന്മാർ കാണണം. നിങ്ങൾക്ക് ഈ നാടുമായിട്ടൊരു ബന്ധമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഗുരുവായൂരിന്റെ വികസനത്തിൽ നിങ്ങൾക്ക് എന്ത് പങ്ക്? ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തത്? ഇപ്പോ ഒരു ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുന്നു. 2 വർഷമായില്ലേ സുരേഷ് ഗോപി MP ആയിട്ട് ഇല്ലേ? ഈ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്, അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. വിശ്വപ്രസിദ്ധമായ ഈ ഗുരുവായൂർ ക്ഷേത്ര നഗരത്തിന് വേണ്ടി എന്ത് ബൃഹത് പദ്ധതി ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്ന ചോദ്യത്തിന് BJPയുടെ മറുപടി എന്താണ് എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഒരു മറുപടിയില്ല. ചോദിച്ചാൽ തെറി പറയും. ഇന്ന് പത്രക്കാര് ചോദിച്ചപ്പോൾ അവരെ മെക്കിട്ട് കയറുകയാണ് അദ്ദേഹം. അങ്ങനെ മെക്കിട്ട് കയറിയുകൊണ്ട് മാത്രം രക്ഷപ്പെടാനാവില്ല. ഈ ചോദ്യങ്ങൾക്ക് ന്യായമായ മറുപടി നൽകണം. എത്രയെത്ര ചതിപ്രയോഗങ്ങൾ ജനങ്ങൾ അറിയണം. തിരുവങ്കിടം റെയിൽവേ അടിപ്പാത ആരാണ് കോടതിയിൽ പോയത്? സംഘ് പരിവാരത്തിന്റെ നേതാവ് ശ്രീ RV ബാബു. അവിടെ ഭൂമി ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. ആരാണ് ഗുരുവായൂരിന് വേണ്ടി, ഗുരുവായൂരിലേക്ക് വരുന്ന ഭക്തലക്ഷങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തിൽ ഇടപെട്ടത്? ഗുരുവായൂരിന്റെ MLA ആയിട്ടുള്ള സഖാവ് NK അക്ബറും ഗുരുവായൂർ നഗരസഭയുമായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് വികസന കാര്യങ്ങളിൽ ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട്, ഇടതുപക്ഷത്തെ ആക്ഷേപിച്ചുകൊണ്ട്, മതനിരപേക്ഷ ശക്തികളെ ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല.